വിശ്വസിച്ചാൽ നിന്നിൽ ആനന്ദമുണ്ടാകും. 2, ദൈവത്തിൽ വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. ദൈവത്തിന്റെ മഹത്വം കാണും. ശ്രദ്ധിച്ചേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം. ഇന്ന് പകൽ ഈ 2 വാക്യങ്ങളും ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവിൽ ഒരു ദൂതൻ പറയാ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരിൽ, അവന്റെ കുടുംബത്തിൽ, അവന്റെ തലമുറയിൽ ആനന്ദത്തിന് വഴിയൊരുക്കുക, ആനന്ദത്തിന് വഴിയൊരുക്കുക. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ദൈവത്തിന്റെ മഹത്വം കാണും. രോഗത്തിന്റെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, ഞെരുക്കങ്ങളുടെ നടുവിൽ, മരണത്തിന്റെ നടുവിൽ, കണ്ണവയ്ക്കകത്തായാല്, നാശം ഭവിച്ചാല്, അടയ്ക്കപ്പെട്ടാല്, ഇന്നവരെ വിശ്വസിക്കുന്നവൻ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ആനന്ദമുണ്ടാകും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. ഇപ്പൊ ചിലതൊക്കെ താമസിക്കുന്നത്, ചിലതൊക്കെ മുടങ്ങിപ്പോകുന്നത്, ചിലതൊക്കെ വൈകുന്നത്, ചിലതൊക്കെ നാറുന്ന അനുഭവത്തിലായത്, ചിലതൊക്കെ നീറുന്ന അനുഭവത്തിലായത്, ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയത്, അത് തിന്മയ്ക്കല്ല, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ ദൂതനെ പ്രവചിച്ചു പറയാ, വിശ്വസിച്ചോ, എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിന് കാരണമാണ്. ഇന്നലകളിൽ നീ കരയേണ്ടി വന്നത്, അല്പം കൂടെ ആഴമായിട്ട് ഞാൻ പറയാ, ഇന്നലകളിൽ ചില വിഷയത്തിന്റെ നടുവിൽ നീ കരയേണ്ടി വന്നത്, നീ ദുഃഖിക്കേണ്ടി വന്നത്, ആകുലപ്പെടേണ്ടി വന്നത്, നീറി പുകയേണ്ടി വന്നത്, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിലാക്കി ദൈവം അതിനെ തീർക്കുമെന്ന്, ദൈവം അതിനെ രൂപാന്തരപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ ആനന്ദമുണ്ടാകും. ദൈവത്തിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ ആനന്ദമുണ്ടാകും. ദൈവത്തിന് വിശ്വസിക്കുന്നവന് വേണ്ടി ദൈവം തന്റെ മഹത്വത്തിനായി ചിലതൊക്കെ ചെയ്തെടുക്കുവാനിടയാകും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നു, എന്നിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും? ചേർന്ന് പറ, ചേർന്ന് പറ, വിശ്വാസത്തോടെ പറ, ദൈവത്തിൽ വിശ്വസിക്കുന്ന എന്റെ ജീവിതത്തിൽ ദൈവം മഹത്വത്തിനായി ചിലത് ചെയ്തെടുക്കുക. ദൈവത്തിൽ വിശ്വസിക്കുന്ന എന്റെ കുടുംബത്തിൽ മഹത്വത്തിനായി ദൈവം ചിലത് ചെയ്തെടുക്കുക. ദൈവത്തിൽ വിശ്വസിക്കുന്ന എന്റെ തലമുറയിൽ ദൈവം മഹത്വത്തിനായി ദൈവം ചിലത് ചെയ്തെടുക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നിന്റെ വീട്ടിനകത്ത് ആനന്ദമുണ്ടാകും. അപ്പൊ വിശ്വസിക്കുന്നവരിൽ ആനന്ദമുണ്ടാകും. വിശ്വസിക്കുന്നവരിൽ അവന്റെ മഹത്വം വെളിപ്പെടും.